ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തമ്പിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു കിഡിലൻ ചിക്കൻ റെസിപ്പിയാണ്. ഇതിൽ നമുക്ക് ആകെ വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഈ 3 ഇൻഗ്രീഡിയൻ്റാന്ന് വെച്ചിട്ട് ഇതിന് ടേസ്റ്റൊന്നും യാതൊരുവിധ കുറവുമില്ല കേട്ടോ. കിഡിലൻ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഇതൊക്കെയാണ് കേട്ടോ ആ 3 ഇൻഗ്രീഡിയൻസ്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ചെറിയ ഉള്ളി യൂസ് ചെയ്താലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് പകരം സവാള യൂസ് ചെയ്യരുത് കേട്ടോ. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഈ പാനിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണേ, അപ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഓയിൽ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയ ഉള്ളി കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിന് 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കണം. ഇതിപ്പോൾ നല്ലപോലെ വഴന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറി കട്ടിനാക്കട്ടും കുറച്ചുകൂടി ചെറിയ പീസാണ് കേട്ടോ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ മസാല എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 4 to 7 മിനിറ്റ് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാനാണേ. ഇത് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കനിലൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് മൂടി വെക്കാതെ നല്ലപോലെ വരട്ടിയെടുക്കണം. അങ്ങനെ അതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ലപോലെ വറ്റിച്ചെടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണേ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. വെള്ളം തീരെ പാടില്ല, കാരണം ആ മസാല കംപ്ലീറ്റ് ഇതിൽ കോട്ട് ചെയ്തിരിക്കണം. ഇതിലാകെയുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കാരണം ഇതിലെ മസാലയൊക്കെ നല്ലപോലെ ചിക്കനിൽ കോട്ട് ചെയ്യണം. മസാല എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയുള്ളിയും ആ ചില്ലി ഫ്ലേക്സുകളും അത് നല്ലപോലെ ചിക്കനിൽ എല്ലായിടത്തും നല്ലപോലെ കോട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ഭാഗമായത്. കണ്ടില്ലേ, ഇതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി നല്ലപോലെ ചിക്കൻ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഈ ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറിലെത്തണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കിതിനൊരു ബൗളിലോട്ടേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.